ചേട്ടാ, ഇക്കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് കുറ്റൂരിൽ 14 വയസ്സുകാരിയായ ഒരു ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നു. ഇതിൽ പ്രതികൾ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവർ വെസ്റ്റ് ബംഗാളിലെ മാൾഡ ജില്ലയിൽ നിന്നുള്ളവരാണ്. ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന 1.5 വയസ്സുകാരിയായ ഈ പെൺകുട്ടിയുടെ സഹോദരിയെ വായ പൊത്തിപ്പിടിച്ചതിന് ശേഷമാണ് ഈ ഒരു പീഡനം അവിടെ അരങ്ങേറിയത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഈ കുറ്റൂരിൽ നിന്ന് വരുന്ന വാർത്ത. ഇത് അറ്റംപ്റ്റ് റേപ്പല്ല, റേപ്പാണ്. ആ കുട്ടി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആ കുട്ടി 14 വയസ്സാണ് ഉള്ളത്. അവർ വിദ്യാഭ്യാസമൊന്നും ഈ കുട്ടിക്ക് നൽകുന്നില്ല. വളരെ ദരിദ്ര കുടുംബമാണ്. അവരും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളവരാണ്. അവർ 2 വർഷമായിട്ട് പത്തനംതിട്ട, തിരുവല്ല, കുറ്റൂരിൽ താമസിച്ചു വരികയായിരുന്നു. ഇവരുടെ മാതാപിതാക്കൾക്ക് ഈ കൂലിപ്പണിയാണ്. രാവിലെ പോയി ഇതുപോലെ തിരുവല്ലയിൽ പോയി നിന്ന്, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു രീതിയുണ്ട്, ഇവർ കൂട്ടത്തോടെ വന്ന് നിൽക്കും. അപ്പം ആരെങ്കിലും ജോലിക്കുള്ളവർ വന്ന് വിളിച്ചുകൊണ്ട് പോകും, ഇവരെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ രാവിലെ പോകുന്നവരാണ് ഇവർ. വൈകുന്നേരമാണ് വരാറുള്ളത്. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ 2 കുട്ടികൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഈ 1.5 വയസ്സുള്ള ചെറിയ കുട്ടിയും പിന്നെ ഈ 14 വയസ്സുകാരിയുമാണ് ആ വീട്ടിൽ പിന്നെ ഉണ്ടാവാറുള്ളത്. ഈ വീടിൻ്റെ ഏകദേശം 1/2 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കേസിലെ പ്രതികൾ താമസിച്ചു വന്നിരുന്നത്. അവരുടെ ഒരാളുടെ പേര് ജയ്നാഥ് റായ്. അയാൾക്ക് പ്രായം 22 വയസ്സ്. പിന്നെ അയാളുടെ തന്നെ ബന്ധുവായിട്ടുള്ള ചെന്ന റായ്, അയാൾക്ക് പ്രായം 35 വയസ്സ്. ഈ 2 പേരും കുറച്ചു കാലമായിട്ട് ഈ പെൺകുട്ടിയെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ഈ പെൺകുട്ടി വീട്ടിൽ തനിയെ ഉള്ളെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഈ പെൺകുട്ടി തനിയെ ഉള്ളെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവർ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച, ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഈ 2 പേരും കൂടി പോയി മദ്യപിച്ച ശേഷം ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഇവർ തിരിച്ചെത്തുന്ന സമയത്ത് ഇവർ റോഡിലൂടെ വരവേ ഈ പെൺകുട്ടി മുറ്റത്ത് നിൽക്കുന്നത് ഇവർ കാണുന്നു. തുടർന്ന് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വീടിൻ്റെ മറ്റൊരു വഴിയിലൂടെ വീടിൻ്റെ പുറകുവശത്തെത്തിയ ഇവർ പുറകുവശത്തെ വാതിലിനുള്ളിലൂടെ വീടിൻ്റെ അകത്ത് കടന്ന ഇവരെ കണ്ട ഈ 1.5 വയസ്സുകാരി കരയാൻ തുടങ്ങിയപ്പോൾ ഇതിലെ ഒരു പ്രതിയായിട്ടുള്ള ഈ ജയ്നാഥ് റായ് ഈ കുഞ്ഞിൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ഇതിന് ശേഷം ഈ 2 പേരും കൂടി ഈ കുഞ്ഞുമായി വീടിൻ്റെ ഉള്ളിൽ മറഞ്ഞു നിന്നു. പിന്നാലെ ഈ 14 വയസ്സുകാരി വീടിന് ഉള്ളിൽ കയറിയതോടുകൂടി ഈ മുന്നിലെ കതക് അകത്തു നിന്നും ഈ രണ്ടാമത്തെ ആൾ, അതായത് ചെന്നാറായി, പോയി ഈ കഥ കടക്കുകയും ഇവർ 2 പേരും ചേർന്ന് ബലമായിട്ട് ഈ 14 വയസ്സുകാരിയെ ബലമായി പിടിച്ച് ഈ ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുവന്ന് കിടത്തി ഇവർ ഈ കുട്ടിയെ 2 പേരും മാറി മാറി റേപ്പ് ചെയ്യുകയും ചെയ്തു. ഈ റേപ്പ് ചെയ്യുന്നതിനിടെ ഈ കുട്ടി ഉറക്കെ കരഞ്ഞു, ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വീട്ടിലുണ്ടായിരുന്ന തൊഴിലാളികൾ അവർ ഇത് കേട്ടു. അവർ ഉടൻ തന്നെ ഈ വീട്ടിലേക്ക് ഓടിയെത്തി. ഒപ്പം നാട്ടുകാരും എത്തി. അങ്ങനെയാണ് ഈ 2 പ്രതികളെയും ഈ നാട്ടുകാരും ഇതര സംസ്ഥാന തൊഴിലാളികളും ചേർന്ന്, ഒരു പ്രതിയെ ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പിടികൂടുന്നത് ഈ ചെന്നാറായിയാണ്. അതായത് 35 വയസ്സുള്ള ചെന്നാറായിയാണ് ഇവർ പിടികൂടുന്നത്. അതായത് ആദ്യം ഈ കുട്ടിയെ റേപ്പ് ചെയ്തത് ജയ്നാഥ് റായ് ആണ്. ഇയാൾ റേപ്പ് ചെയ്ത ശേഷമാണ് പിന്നീട് ഈ പറയുന്ന ചെന്നാറായി ഈ കുട്ടിയെ ഉപദ്രവിച്ചത്. ചെന്നാറായി ഉപദ്രവിച്ചുകൊണ്ട് ഇരിക്കവെയാണ് ഈ കുട്ടി ഉറക്കെ നിലവിളിക്കുകയും ഈ ശബ്ദം തൊട്ടടുത്ത് ഉണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ തന്നെ കേൾക്കുകയും അവർ വരികയും ചെയ്തത്. ഈ തൊഴിലാളികൾ വരുന്നത് കണ്ട ഈ പറയുന്ന ജയ്നാഥ് റായ് വീടിൻ്റെ പുറകിലൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞു. തുടർന്ന് ഇതാരാണ് എന്നുള്ള കാര്യം അറിയില്ല. ഈ ചെന്നാറായിയെ കൈയോട് കൂടി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇവരെ പത്തനംതിട്ട തിരുവല്ല പോലീസിൽ വിവരമറിയിക്കുകയും തിരുവല്ല പോലീസ് വന്ന് കസ്റ്റഡിയിൽ ഈ ചെന്നാറായിയെ എടുക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഒരാളല്ല 2 പേർ ഉണ്ടായിരുന്നു, ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് തനിക്കൊപ്പം ഉണ്ടായിരുന്നത് തൻ്റെ ബന്ധുവായിട്ടുള്ള ജയ്നാഥ് റായ് എന്ന യുവാവാണെന്ന് ഇയാൾ മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഇന്നലെ വൈകുന്നേരം മുതൽ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തി വരികയായിരുന്നു. അങ്ങനെ പരിശോധന നടത്തുന്നതിനിടെ ബസ്സിൽ കടക്കാൻ ശ്രമിച്ച ഈ ജയ്നാഥ് റായിയെ തിരുവല്ല പോലീസ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി പോലീസ് സംഘം പിടികൂടി. ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടി തിരുവല്ലയിലെ സർക്കാർ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടിയെ ഇവരെ 2 പേരെയും കാണിച്ച് തിരിച്ചറിയാൻ പോലീസിന് തിരിച്ചറിയൽ നടത്തിയിട്ടുണ്ട്. അതിൽ പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചൈൽഡ് ലൈനിൽ നിന്നുള്ള ആളുകൾ വന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ എത്തി ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും 2 പ്രതികൾക്കുമെതിരെ ഈ റേപ്പിനും അടക്കം പോക്സോ കേസുകൾ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി വെസ്റ്റ് ബംഗാൾ പോലീസിനെ
കേരള പോലീസ്, അതായത് തിരുവല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് നേരത്തെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ഇവർക്കെതിരെ നേരത്തെ എഫ്ഐആറുകൾ എന്തെങ്കിലും ഇവരുടെ മേഖലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, മാത്രമല്ല ഇവരുടെ പേര് വെരിഫൈ ചെയ്യണമായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്നും ലഭിച്ച രേഖകൾ, അതായത് തിരിച്ചറിയൽ രേഖകൾ വ്യാജമായിട്ടുണ്ടാക്കിയ രേഖകളാണ്. പ്രത്യേകിച്ച് ഈ ബംഗാൾ സ്വദേശികളൊക്കെ ബംഗ്ലാദേശികളാണ് എന്നൊരു നിലനിൽക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇവരുടെ പേരുകൾ വ്യാജമാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പോലീസിനോട് ഇവർ പറഞ്ഞ പേരുകളാണ് ഒന്ന് ജയ്നാഥ് റായും ഈ ചെന്ന റായും, ഇങ്ങനെയാണ് ഇവർ പേരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ തിരിച്ചറിയൽ കാർഡിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു പേരാണ്, പക്ഷേ ആ കാർഡ് വ്യാജമാണ്. സോ ഇവരുടെ പേര് അതല്ല എന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും പേര് വിവരങ്ങളും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലവും ഇവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ അറിയുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇവിടെ വന്ന് ഒരു റേപ്പ് കേസിൽ പോക്സോ കേസിൽ ഇവർ പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ അവർ വെസ്റ്റ് ബംഗാൾ പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അഭിഷേക് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബംഗ്ലാദേശുകാർ പലരും ബംഗാളികൾ എന്ന പേരിൽ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിൽ തന്നെ കുറച്ചു കാലം മുമ്പാണ് ഒരാളെ കുടുംബത്തോടെ പിടികൂടിയത്. അയാൾ ഇവിടെ വസ്തു വരെ മേടിച്ച് വീട് വെച്ച് താമസിച്ചു വരികയായിരുന്നു. അയാൾ ബംഗ്ലാദേശിയായിരുന്നു. ഒടുവിലാണ് പോലീസ് കണ്ടെത്തുന്നത് ഇത് ബംഗ്ലാദേശിയാണ്, ബംഗാളിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കുറേ പേർ നമുക്ക് ഇടയിൽ ഉണ്ട്. ഏതായാലും വളരെ പ്ലാൻഡായിട്ട് ദീർഘനാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഈ പറയുന്ന 14 വയസ്സുകാരിയെ ഇവർ ഉപദ്രവിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കുമെതിരെ പോക്സോ കേസാണ്. ഏതായാലും പോക്സോ കേസ് ആയതുകൊണ്ട് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇത്തരക്കാർക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഇവർ മുങ്ങിക്കളയും, പിന്നെ കിട്ടില്ല. നമ്മുടെ കോടതി പോലീസ് ഇവിടെ കഷ്ടപ്പെട്ട് ഇവരെ പിടിച്ച് കൊണ്ടുവന്ന് ജയിലിലിടും. പിന്നെ കോടതിയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ജാമ്യാപേക്ഷ കൊടുക്കും. ഇവർക്ക് കോടതി കണ്ണും പൂട്ടി ജാമ്യം കൊടുക്കും. ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ തലകുത്തി നിന്നാൽ നടക്കത്തില്ല. അവന്മാർ മുങ്ങിക്കളയും ഇവിടെ നിന്ന്. അങ്ങനെ പോയ പലരും ഉണ്ട്. ഇവിടുന്ന് കൊലക്കേസിലെ പ്രതി പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ശരി.